സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അധ്യായം 2, 1 തിരുവചനം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2 അധ്യായം 1 തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ താൻ ക്രിസ്തുവിൽ നിന്നും അഥവാ യേശുവിൽ നിന്നും സ്വീകരിച്ച സുവിശേഷം എഫേസോസ് എന്ന പ്രദേശത്തിലെ ജനങ്ങൾക്ക് നൽകിയപ്പോൾ അവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അവർ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വന്നു. അതിനെ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുന്നത്, നിങ്ങൾ ഉയർത്തിരിക്കുന്നു എന്നാണ്. അതെ, നിങ്ങളുടെ പഴയ ജീവിതാവസ്ഥയിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിച്ചിരിക്കുന്നു. നിങ്ങൾ പണ്ട് അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവരായിരുന്നു. സത്യത്തിൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ താൻ സ്ഥാപിച്ച സഭയിലെ സഭാജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു കാലത്ത് പാപത്തിൽ മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളിൽ മരിച്ചവരായിരുന്നു, ലംഘനങ്ങളിൽ മരിച്ചവരായിരുന്നു. നിങ്ങൾ അന്ധകാരത്തിലായിരുന്നു എന്ന് സാരം. എന്നാൽ ഞാൻ നിങ്ങളെ അറിയിച്ച ആ സുവിശേഷം നിമിത്തം, അഥവാ കർത്താവായ യേശു ക്രിസ്തു നിമിത്തം, നിങ്ങളിപ്പോൾ ഒരു പുനരുത്ഥാനത്തിലാണ്, നിങ്ങൾ ഉയർപ്പിൻ്റെ അനുഭവത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അടുത്ത തിരുവചനത്തിൽ പറയുന്നത്. എഫേസ്യ ലേഖനം 2 അധ്യായം 2 തിരുവചനം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അവരെ ഓർപ്പിച്ച് പറയുന്നത്, നിങ്ങളുടെ പഴയ അവസ്ഥ, അത് ഈ ലോകത്തിലെ അന്ധകാരത്തിലായിരിക്കുന്ന ജനം അനുസരിച്ച് നടന്ന പഴയ രീതിയാണ്, പഴയ ജീവിത രീതിയാണ്. ആ ജീവിത രീതി ദൈവവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നതല്ല. ആ ജീവിത രീതി ഈ ലോകത്തിൻ്റെ ജഡമോഹങ്ങളിൽ അനുസരിച്ച് നടക്കുന്നതായിരുന്നു. അത് മർത്യ മനോഭാവങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് ദൈവദൃഷ്ടിയിൽ കോപത്തിൻ്റെ മക്കളായി ജീവിച്ച അവസ്ഥയായിരുന്നു. എന്നാൽ അവിടെ എന്താണ് ഒരു മാറ്റം വരുവാനിടയായത്? പൗലോസ് അപ്പോസ്തലൻ അറിയിച്ച സുവിശേഷം അവരെ മാറ്റിയിരിക്കുകയാണ്. എഫേസ്യർ 2:4 പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പുതിയ ജീവൻ അവർക്ക് നൽകുകയാണ്. പാപത്തിൽ അതിക്രമങ്ങളിൽ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിച്ച ജീവൻ, പുനരുത്ഥാനം നൽകിയ ജീവൻ. ഇത് എഫേസോസിലെ ജനങ്ങൾക്ക് പൗലോസ് വഴി ലഭിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് നിങ്ങൾക്കും ഈ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള രക്ഷ ലഭിച്ചു എന്നുള്ളത്.
അതുകൊണ്ട് നാം ഇനി പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരികളെയും അനുസരണക്കേടിൻ്റെ മക്കളായി ജീവിക്കുന്ന അനുഭവത്തിലല്ല, പ്രത്യുത പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ആമേൻ. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം. ആരും കൊതിക്കും നിന്റെ സ്നേഹം, അമ്മയെപ്പോലോ മനിക്കും സ്നേഹം. കാരുണ്യത്താൽ എന്നെ തേടും സ്നേഹമേ, പാരിൽ എന്നെ താങ്ങിടുന്ന സ്നേഹമേ. നാഥാ നിന്നെ എന്നും വാഴ്ത്തിടാം.